ഇത്തവണത്തെ ഹജ്ജിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി ഹജ്ജുംറ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് മുൻവർഷങ്ങളെക്കാൾ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയത്. അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച നിരവധി പേർ പിടിയിലായി. കഴിഞ്ഞ ഹജ്ജ് സീസൺ അവസാനിച്ച ഉടൻ തന്നെ ഈ വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നതായി സൗദി ഹജ്ജുംറ മന്ത്രി തൗഫീഖ് അൽ റബീ പറഞ്ഞു. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് 8,60,000 തീർത്ഥാടകർ സൗദിയിലെത്തി. ഇതിൽ 8.2 ലക്ഷം പേർ വിമാനം വഴിയും 35,000 പേർ കരമാർഗവും 4,000 പേർ കടൽമാർഗവുമാണ് ഹജ്ജിനെത്തിയത്. ഹജ്ജ് വിത്തൌട്ട് ബാഗേജ് എന്ന പദ്ധതി വഴി വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ 120 മിനിറ്റിൽ നിന്ന് 15 മിനിറ്റായി കുറച്ചു. ഇത്തവണത്തെ അറഫ പ്രഭാഷണം 50 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യും. മദീനയിൽ റൌദ ഷരീഫിലെ സന്ദർശക ശേഷി പ്രതിദിനം 15,000-ൽ നിന്ന് 57,000-ആയി വർദ്ധിപ്പിച്ചതായും ഹജ്ജ് മന്ത്രി പറഞ്ഞു. അതേസമയം അനുമതിയില്ലാതെ ഹജ്ജില്ല എന്ന ക്യാമ്പയിൻ കർശനമായി നടപ്പിലാക്കുകയാണ് സൗദി. പെർമിറ്റില്ലാത്ത 29 പേരെ മക്കയിലേക്ക് കടത്താൻ ശ്രമിച്ച 19 പേരെ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം പിടികൂടി. 14 സ്വദേശികളും 5 വിദേശികളുമാണ് പിടിയിലായത്. ഇവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴയും തടവുമാണ് ശിക്ഷ. പെർമിറ്റില്ലാതെ ഹജ്ജിനെത്തിയവർക്ക് 20,000 റിയാൽ വീതം പിഴ ചുമത്തി. പിടിയിലായ വിദേശികളെ തടവിന് ശേഷം നാടുകടത്തുകയും 10 വർഷത്തേക്ക് രാജ്യത്ത് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ കണ്ടുകെട്ടാനും ഉത്തരവുണ്ട്. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.